എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്നുള്ള ഒരു കവിതയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പഠിപ്പിക്കാൻ പോകുന്നത്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ആലോചിക്കുക? കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് നമുക്കുള്ള ഒരു ബോധ്യമുണ്ട് അല്ലേ? പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രധാനമായും പ്രാചീന കവിത്രയത്തിലെ 3 കവികളാണ് ഉൾപ്പെടുന്നത്. ആരൊക്കെയാണ് പ്രാചീന കവിത്രയത്തിൽപ്പെടുന്നത്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ എന്നിവരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ആധുനിക കവിത്രയാണ്. അപ്പോൾ പ്രാചീനം കഴിഞ്ഞാൽ പഴയത്, ആധുനികം എന്ന് പറഞ്ഞാൽ പുതിയത്. അപ്പോൾ പുതിയ കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. ഇവർ 3 പേരും ചേർന്നതാണ് ആധുനിക കവിത്രയം എന്ന് പറയുന്നത്. അപ്പം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാണാം. കുഞ്ചൻ നമ്പ്യാർ 1705 മെയ് 5 പാലക്കാട് ജില്ലയിൽ ജനിച്ചു. സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത. സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത. ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. 3 തുള്ളൽ കലാരൂപങ്ങളാണ് അദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് ഓട്ടൻ തുള്ളൽ, രണ്ടാമത് ശീതങ്കം തുള്ളൽ, മൂന്നാമത് പറയൻ തുള്ളൽ. 3 തരം തുള്ളലുകളാണ് നമുക്ക് കുഞ്ചൻ നമ്പ്യാർ സംഭാവനകളായിട്ട് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ തുള്ളൽ എന്ന് പറയുന്നത് ഓട്ടൻ തുള്ളലാണ്. ഓട്ടൻ തുള്ളൽ എന്ന് പറയുന്നത് മഞ്ചരി വൃത്തത്തിൽ അവതരിപ്പിക്കുന്ന ഒരു തുള്ളൽ കലാരൂപമാണ് ഓട്ടൽ തുള്ളൽ. അടുത്തതുള്ളത് പറയൻ തുള്ളലാണ്. പറയൻ തുള്ളൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിഞ്ഞ ഈണവും താളത്തിലും അവതരിപ്പിക്കുന്ന തുള്ളൽ കലാരൂപമാണ് പറയൻ തുള്ളൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കിരീടം കണ്ടുകണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? സർപ്പരൂപത്തിലുള്ള കിരീടമാണ് അദ്ദേഹത്തിൻ്റെ തലയിലുള്ളത്. പിന്നെ അരയിൽ ഒരു ചുവന്ന തുണി അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. മുഖത്ത് മഞ്ഞ കളർ ചായമാണ് അദ്ദേഹം പൂശിയിരിക്കുന്നത്. ഇതാണ് പറയൻ തുള്ളൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് ശീതങ്കം തുള്ളൽ. ശീതങ്കം തുള്ളൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ദേഹത്ത് ചന്ദനം ഒക്കെ തേച്ചിട്ടുണ്ട്. പിന്നെ വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ കുരുത്തോല ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതിയാണ് ശീതങ്കം തുള്ളലിനുള്ളത്. പിന്നെ തരംഗണി വൃത്തത്തിലാണ് ശീതങ്ക തുള്ളൽ അവതരിപ്പിക്കപ്പെടുന്നത്. സംസ്കൃത ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ് ശീതങ്കം തുള്ളൽ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ. ഈ 3 കലാരൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗത്തിലോട്ട് കടക്കാം. നമ്മുടെ കവിതയുടെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്നുള്ളതാണ് നമ്മുടെ കവിതയുടെ പേര്. അപ്പോൾ എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. തരംഗണി വൃത്തത്തിൽ ആണ്, പറയൻ തുള്ളലിൻ്റെ രൂപത്തിലാണ് ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് കടക്കാം. അപ്പോൾ കവിത ടീച്ചർ ഒന്ന് ചൊല്ലിത്തരാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. മനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നും ഞാനുര ചെയ്യുന്നു കേൾക്ക നീ ബാലക. കിട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതി
പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. രണ്ടു പണം കിട്ടുമെന്നു കേട്ടാലവർ മണ്ടും 18 കാതമിന്നാകിലും. അപ്പോൾ ഇവിടെ എന്താ പറയണത്? നമുക്ക് ഈ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടല്ലേ, സമകാലിക ഇന്നത്തെ സമൂഹത്തിലുള്ള മനുഷ്യന്മാരുടെ ദുരാഗ്രഹത്തെ കുറിച്ചിട്ടാണ് എന്താണ് നമ്പ്യാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം എന്താ, മനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നേ ഞാനുര ചെയ്യുന്നു കേൾക്ക നീ ബാലക. ഇവിടെ എന്താണ്, മനുഷ്യന്മാരുടെ ദുരാഗ്രഹത്തെ കുറിച്ചിട്ടാണ് എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. കേൾക്കാൻ പറയാണ്, ബാലകനോട് കേൾക്കാൻ പറയാണ്. കെട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. എന്താണ്, പണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ടത കാണിക്കാനായിട്ട് ഒരു മടിയില്ലാത്തവരാണ് ആര്, മനുഷ്യർ എന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയില്ല ദുരകം. കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കിട്ടണമെന്നുള്ള ദുരാഗ്രഹമാണ് മനുഷ്യർക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. 2 പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും 18 കാതമെന്നാകിലും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല, പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാതം വരെ വേണമെങ്കിലും ഓടാൻ ഇന്നത്തെ മനുഷ്യന്മാർ തയ്യാറാണ് എന്നാണ് ആശാൻ പറയുന്നത്, അല്ല കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് പഠിച്ചു. നമുക്ക് ഇത്ര മതി, ഇന്നത്തെ പാഠഭാഗം ഇത്ര മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യർക്ക് ഉള്ള ദുരാഗ്രഹം, അഴിമതി, പിന്നെ എന്താ പറയുക, പൊട്ട ചിന്തകൾ, ഇതെല്ലാം കവി ഹാസ്യ പരിഹാസത്തിലൂടെ അവതരിപ്പിച്ച ഒരു കവിതയാണിത്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് നാളെ എടുക്കാം. എല്ലാവരും കവിത നന്നായി